If you want to be in leadership, നിനക്ക് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കണം എങ്കിൽ your family life is very, very important. നിന്റെ കുടുംബജീവിതം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. In 1 Timothy chapter 3 and verse 5, Apostle Paul says, 1 തിമോഥെയോസ് 3:5 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, if one cannot manage his own family, how can he manage the house of God? സ്വന്തം കുടുംബത്തെ ഭരിക്കാത്തവൻ ദൈവഭവനത്തെ എങ്ങനെ പരിപാലിക്കും? There are many people. Now the second topic is stewardship in the house of God. നാം തുടർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഭവനത്തിലെ നേതൃത്വം എന്നുള്ളതാണ്. Now look at the statement that Paul is making. ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. Nowadays our families are smaller in number. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് എണ്ണത്തിൽ വളരെ ചെറുതാണ്. Earlier days, well, how many children you have? 7, 9, 11. That was common. നേരത്തെ കുടുംബങ്ങളിൽ 7, 9 കുട്ടികളൊക്കെ ഉണ്ടാകുമായിരുന്നു. Now it is 1, 2 or 3. ഇപ്പോ 1, 2, 3 കുട്ടികളൊക്കെ ഉള്ളൂ. People don't think beyond that. അതിനപ്പുറം ആളുകൾ ചിന്തിക്കാറില്ല. I have only one. എനിക്ക് ഒരു മകൻ മാത്രമേ So ഉള്ളൂ. if you take about a husband and wife with 2 children, 2 മക്കൾ മാത്രമുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ചിന്തിക്കുക. it is just 3 people, your wife and children under you. നിന്റെ കീഴിൽ നിന്റെ ഭാര്യയും 2 മക്കളും മാത്രമേ ഉള്ളൂ. And if you cannot manage that 3 people in the light of the scriptures, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ 3 പേരെ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല how എങ്കിൽ are you going to take care of the 300 people in the church of God? ദൈവസഭയിലുള്ള 300 ആളുകളെ നിനക്ക് എങ്ങനെ മാനേജ് ചെയ്യുവാൻ കഴിയും? Is it not hypocrisy if you try to do that? അങ്ങനെ ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് ദൈവത്തിന് മുമ്പാകെ ഒരു കപടഭക്തിയല്ലേ? If the Bible says your children should be submissive to you, വേദപുസ്തകം പറയുന്നു നിന്റെ മക്കൾ നിനക്ക് കീഴടങ്ങിയിരിക്കണം. if the Bible says your wife should be submissive to you, വേദപുസ്തകം പറയുന്നു നിന്റെ ഭാര്യ നിനക്ക് if കീഴടങ്ങിയിരിക്കണം. the Bible says you should manage your family well, നിന്റെ കുടുംബത്തെ നീ ശരിയായ നിലയിൽ നോക്കണം എന്നുള്ള കാര്യം വേദപുസ്തകം പറയുന്നു. if you cannot fix your problem there, കുടുംബത്തിലുള്ള നിന്റെ പ്രശ്നം നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, not I but the Bible says you are not fit to play a leadership role in the church of God. അങ്ങനെയാണെങ്കിൽ ഞാനല്ല, ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു സഭയിൽ ഒരു നേതൃപദവിയിലേക്ക് വരുവാൻ നീ യോഗ്യനല്ല.